മാതൃഭാഷാ പഠനം 2. മാതൃഭാഷാ പഠനത്തിലൂടെ ബ്രഹ്മജ്ഞാനം അഥവാ ബ്രഹ്മവിദ്യ എന്തായിരുന്നു, വേദം അല്ലെങ്കിൽ വേദാന്തങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ അഥവാ സിദ്ധാന്തങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായിരുന്നു, കാവ്യം കവിത എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു, സാഹിത്യം ആ വാക്കിൻ്റെ മീനിങ് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന കൃതികൾ അല്ലെങ്കിൽ രചനകൾ ഏതൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിനുപരിയായിട്ട് മലയാളം അല്ലെങ്കിൽ വൈദിക സംസ്കൃതം, മലയാളം എന്ന് വെച്ചാൽ തനി മലയാളവും വൈദിക സംസ്കൃതം എന്ന് വെച്ചാൽ തനി സംസ്കൃതവും ഇംഗ്ലീഷും അല്ലെങ്കിൽ ആംഗലേയ ഭാഷ എന്ന് വിശേഷിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ ലാംഗ്വേജായ ഇംഗ്ലീഷും ഒറ്റ ഭാഷയാണ് എന്ന അതിൻ്റെ പഠനവും കൂടിയാണ്. അതിനുപരിയായിട്ട് മനുഷ്യൻ ആരായിരുന്നു, എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു യഥാർത്ഥ മനുഷ്യൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നതിനെക്കുറിച്ചുള്ള ഒക്കെ പഠനമാണ് ഇതിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 6ഓളം വീഡിയോസ് ഇതിനകം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു. യൂട്യൂബിലൂടെ സഹൃദയരെ എത്തിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഈ 6ൽ ഏതെങ്കിലും കാണാൻ ശ്രമം നടത്തിയിട്ട് അല്ലെങ്കിൽ അബദ്ധവശാൽ ഈ വീഡിയോ ശ്രദ്ധയിൽ വരികയും അതിൽ വിവരിക്കുന്ന കാര്യങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കാൻ തുടങ്ങിയതിന് ശേഷം അറിയാതെ അതങ്ങ് ഓഫ് ചെയ്തിട്ട് നിർത്തിയിട്ട് പോയ സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഈ സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ടറി ഇതിൻ്റെ മുഖവുരയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ നേരത്തെ ഉള്ള ഇതേവരെ 4-5-6ഓളം വീഡിയോ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഗൂഗിളിലൂടെ പ്രസിദ്ധീകരിച്ചത്, അത് വ്യൂ ചെയ്യുന്ന സമയം കുറച്ച് കണ്ടതിന് ശേഷം ഓഫ് ചെയ്തിട്ട് പോയ സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ഏതാനും കാര്യങ്ങൾ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. അതായത് വേദ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് 2 നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഇത് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നതാണ്. ഒന്നിൽ ഇത് ശ്രവിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു ശിഷ്യൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കാം എന്നാണ് ഒന്ന്. രണ്ടാമത്തത്, സ്ത്രീകളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്ത്രീകൾ ശ്രവിക്കാൻ പാടില്ല. അതിനേക്കാൾ നല്ലത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതല്ല. സ്ത്രീകൾ വേദവാക്യങ്ങൾ കേൾക്കാൻ പാടില്ല എന്നാണ് അത് പിന്നീട് അത് ദുർവ്യാഖ്യാനം ചെയ്തത്. ശരിക്കു പറഞ്ഞാൽ സ്ത്രീകളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതല്ല എന്ന് പറയുന്നതാണ് ശരി. കാരണം അതത് സോഴ്സാണ്, ഉറവിടമാണ്, പ്രകൃതിയുടെ പര്യായമാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീ എന്നല്ല, ശ്രീ. നമുക്ക് എങ്ങനെയോ വന്നു പോയിച്ച ഒരു വാക്കാണ് സ്ത്രീ.
ശരിയാണ്, അങ്ങനെയും പറയാം. പക്ഷെ ആ വാക്കിൻ്റെ അർത്ഥം ശ്രീ, ശ്രീമതി, ശ്രീമാൻ നാര് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് പിന്നിൽ ആ മഹത്വത്തെ കുറിക്കുന്ന ആ വാക്ക് നമ്മളൊന്ന് പരിചയപ്പെടണം. ശ്രീ എന്ന വാക്ക് ശരിയായിട്ട് പ്രൊനൗൺസ് ചെയ്യേണ്ടുന്നത് ശ്രീ എന്നാണ്. ഇകാരം നമ്മൾ കൂട്ടി ഇകാരത്തിന് പകരം നമ്മളതിൻ്റെ സൂത്ര അടയാളവാക്യം ആയ വള്ളി ആണ് ശ്ര എന്ന വാക്കിൻ്റെ ശേഷം വള്ളി ഇട്ടിട്ടാണ് നമ്മൾ ശ്രീ എന്ന് എഴുതുന്നത്. ശ്രീ എന്ന ആ പദത്തിൻ്റെ ശരിയായ ഉച്ചാരണം ശ്രീ, ശ്രീ, ശ്രീ. അത് കുറച്ചുകൂടെ വ്യക്തമായി മലയാളിക്ക്, ഇന്നത്തെ മലയാളികൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ എന്ന സ്വരം ചേർക്കണം. ആശ്രയിക്കുന്ന ആൾ, ആശ്രയി എന്നാണ്. ആ മാറ്റിയാൽ വെറും ശ്രയിക്കുക, ആശ്രയിക്കുക. ഒരു യുവാവ് പുരുഷ പദവിയിലേക്ക് ഉയർത്താൻ, അല്ലെങ്കിൽ മിസ്സിൻ്റെ സ്റ്റാർ, മിസ്റ്റർ എന്ന് നമ്മൾ പെട്ടെന്ന് പറയാറുണ്ട്. മിസ്റ്റർ സോ ആൻഡ് സോ, മിസ്റ്റർ സോ ആൻഡ് സോ, മിസ് സ്റ്റാർ, ഇങ്ങനെയാണ് അതിൻ്റെ. മിസ്സിൻ്റെ സ്റ്റാർ മലയാളത്തിൽ പറഞ്ഞാൽ, ശരിയായി പറഞ്ഞാൽ മലയാളത്തിലല്ല, മലയാളം തന്നെയാണ് എല്ലാം. അല്ലെങ്കിൽ ശ്രീമാൻ, മിസ്സിൻ്റെ സ്റ്റാർ. മാൻ എന്ന് വെച്ചാൽ മൻ, 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 മാൻ, മേൻ, മാൻ, മൻ, മൻ, മൻ. ഒരു വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു വാക്കാണ് മൻ. വളരെ ശ്രേഷ്ഠമായ മനസ്സെന്നുള്ളതിൻ്റെ മൻ, അത് തന്നെ മൻ. ശരീരവും അതിനകത്തുള്ളിൽ ഇരിക്കുന്ന എല്ലാം കൂടി ചേർന്ന് അതിനെയാണ് മൻ, മൻ, എമേൻ, മാൻ, മൻ, മൻ, മൻ. അത് മനസ്സെന്ന് പറയും, മൻ എന്നും പറയും. ആ മൻ ആകുന്നതിന് തൊട്ട് മുമ്പ് യുവാവായിരുന്ന ആൾ. ഒരു യുവാവിനെ കയറി നമ്മളാരും ശ്രീമാൻ എന്നായിരുന്നു വിളിക്കാറില്ല. ഒരു യുവാവിനെ നമ്മളാരും തന്നെ ശ്രീമാൻ എന്ന് ചേർത്ത് വിളിക്കാറില്ല. കാരണം ശ്രീമതി ഇല്ലല്ലോ. ശ്രീമതി വന്നതിന് ശേഷമാണ് ഒരു യുവാവ് ശ്രീമാൻ അല്ലെങ്കിൽ പുരുഷ പദവിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പുരുഷനാകുന്നില്ല, പുരുഷ പദവിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. വളരെ സൂക്ഷിച്ച് വളരെ വളരെ സൗമ്യമായി, വളരെ ശാന്തമായിട്ട് ശ്രവിക്കേണ്ട വിഷയം. ശ്രയി, ആശ്രയി എന്നാണ്. എന്തിനാ പറഞ്ഞു കഴിഞ്ഞ് ഒരു പുരുഷ പദവിയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യ പദവിയിലേക്ക്, മനുഷ്യൻ എന്നൊക്കെ പറയാൻ, ഒരു യുവാവിനെ ഒരിക്കലും നമ്മൾ മനുഷ്യൻ എന്ന് പറയാറില്ല, ഒരു ആൾ എന്നും പറയാറില്ല. ഒരു യുവാവ്. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരാശ്രയം, ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ എത്തിക്കഴിഞ്ഞു. എല്ലാം പിന്നെ കൺട്രോളിങ് അതോറിറ്റി, കടിഞ്ഞാൺ എന്നൊക്കെ പറയുന്നത് ആ ദേവിയുടെ, ആ ഗ്രഹനാഥ എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് വലിയൊരു പദവിയാണ്, വലിയ 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 ഗ്രഹലക്ഷ്മി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ലക്ഷ്മി, നാഥയ്ക്ക് ഉപരി ലക്ഷ്മി, ഗ്രഹനാഥ, ഗ്രഹലക്ഷ്മി. ലക്ഷ്മി എന്ന പദമാണ് ഏറ്റവും യോജിച്ചത്. പറഞ്ഞു വന്നത് വേദം സ്ത്രീകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പാടില്ല. അവർ കേൾക്ക പോലും പാടില്ല. അറിയാതെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർ മാപ്പ് നൽകും. അതാണ് എൻ്റെ സ്ഥിതി, മാപ്പ് നൽകും. കാര്യം അതാണ് എൻ്റെ സോഴ്സ്. ഒരു പുരുഷൻ പൗരുഷത്തിലേക്ക്
ദേവപദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, മനുഷ്യപദവിയിലേക്ക്, മനുഷ്യൻ എന്ന് വെച്ചാൽ ദേവനാണ്, ദേവപദവിയിലേക്കാണ് ഉയരുന്നത് പുരുഷൻ, അത് യുവാവ്. ആ ഉയർച്ചയ്ക്ക് ഇവിടെ പടവുകൾ ഓരോന്നും ആ ഗ്രഹലക്ഷ്മിയുടെ സഹായത്തോടെയാണ്. അറിയാത്ത പുതിയ പുത്തൻ അനുഭൂതി തലങ്ങളിലേക്ക്, അറിവിൻ്റെ തലങ്ങളിലേക്ക്, അനുഭൂതി തലങ്ങൾ എന്ന് വാക്ക് വിടുക. മനുഷ്യൻ പ്രവേശിക്കുന്നു. അതിന് കാരണം പ്രകൃതിയുടെ പ്രതീകമായ സ്ത്രീ ശക്തിയാണ്. ആ സ്ത്രീയെ ആണ് നമ്മൾ മഹർഷി സംസ്കാരം പൂജിച്ചിരുന്നത്. എവിടെ സ്ത്രീയെ ആരാധിക്കുന്നു അവിടെ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും. എവിടെ അത് ചെയ്യുന്നില്ല അവിടെ നേരത്തെ പറഞ്ഞതിന് നേർവിപരീതം. അധികം ആൾക്കാരിത് അംഗീകരിക്കണം എന്നില്ല. അതാണ് അതിൻ്റെ വസ്തുത. ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ പാടില്ല എന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രത്തിൻ്റെ ഒരു സൂചന. വിശദമായി സംസാരിക്കേണ്ടുന്ന വിഷയമാണത്. ആ വിഷയം തന്നെ വളരെ വിശദമായി സംസാരിക്കാം നമുക്ക് പിന്നീട്. ആദ്യം ഞാൻ ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, എല്ലാവരും കേൾക്കാൻ പാടില്ല എന്ന്. സ്ത്രീകളുടെ കുറിച്ച് പറഞ്ഞത് ഞാനത് പറഞ്ഞ് തൽക്കാലം അതവിടെ നിർത്തിയിരിക്കുകയാണ്. ആദ്യം പറഞ്ഞത് എല്ലാവരും കേൾക്കാൻ പാടില്ല. വേദാന്തങ്ങൾ അവരുടെ മുമ്പിൽ ഒന്നും അവതരിപ്പിക്കാൻ പാടില്ല. ഒന്നുകിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യൻ്റെ മുൻപിൽ അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട്, അദ്ദേഹത്തെ നമസ്കരിക്കണം. നമസ്കരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പാദ അരവിന്ദത്തിൽ നമസ്കരിക്കണം എന്നാണ് ശാസ്ത്രം. ആര്? ഗുരു അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനി. ആരുടെ പാദ അരവിന്ദത്തിൽ നമസ്കരിക്കണമെന്ന വ്യക്തമായി പറഞ്ഞാൽ ശാന്തതയില്ലാത്ത ഒരാളിൻ്റെ, അല്ലെങ്കിൽ അസുഖം ബാധിച്ച ഒരാളിന്, അല്ലെങ്കിൽ അജ്ഞനായ ഒരാളിൻ്റെ പാദാരവിന്ദത്തിൽ നമസ്കരിച്ചിട്ട് വേണം ബ്രഹ്മജ്ഞാനി വേദം ഓതാൻ, വേദം പറയാൻ. പിന്നെ അപ്ഗ്രേഡ് ചെയ്യുന്ന ദൗത്യമാണ് ആ ഗുരുനാഥൻ ഏറ്റെടുക്കുന്നത്. ബ്രഹ്മജ്ഞാനിയായി മാറ്റുക. വേദം അപ്പോൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? അറിവില്ലാത്ത ആൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ശൂദ്രന് വേണ്ടി. ശാന്തത ഇല്ലാത്ത ആൾ എന്നാണ്, അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾ എന്ന് മാത്രമേ ഉള്ളൂ ശൂദ്രത എന്ന അവസ്ഥ. ഈ വേദങ്ങളെല്ലാം അറിയാത്തവരെല്ലാവരും തന്നെ ശാന്തരല്ല. യഥാർത്ഥത്തിൽ ശൂദ്ര, ദ്രവിച്ച ഭാവം, ശാന്തത, ശാന്തം, ഷായിൽ അവസാനിക്കുന്നത് എന്നാണ് ശാന്തം. ശാന്തത ഇല്ലാത്ത ഇരിക്കുന്ന ആളിനെയാണ് ജ്ഞാനമില്ലാത്ത ആൾ, അറിവില്ലാത്ത ആൾ എന്ന് പറയുന്നത്. അറിവ് വരുമ്പോൾ മാനസികമായ വളർച്ചയും ശാരീരികമായ വളർച്ചയും ഒപ്പം ഒന്നിച്ച് സംഭവിക്കും. അപ്പം ശാന്തനല്ലാത്ത ഒരാളിൻ്റെ അടുത്ത് ഇത് പറയാൻ പാടില്ല. ശൂദ്രൻ്റെ മുൻപിൽ പറയാൻ പാടില്ല, എല്ലാവരും കേൾക്കാൻ പാടില്ല എന്നാണ്. അത് സത്യമാണെങ്കിൽ തന്നെയും ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല. കാര്യം വേദം എന്ന് വെച്ചാൽ അറിവെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും അതിൻ്റേതായ അറിവുണ്ട്. എങ്ങനെ ഇരിക്കണം നേരത്തെ പറഞ്ഞതാണ്. ധ്യാനം എന്താണ് പറഞ്ഞതാണ്. പറഞ്ഞു വന്നത് മുമ്പ് ഈ വീഡിയോ കേൾക്കാൻ ശ്രമിക്കുന്ന നേരം ഓഫ് ചെയ്ത സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അവരെ കേൾപ്പിക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. പ്രഹേളിക എന്നൊരു വാക്കും ഇതിനിടയ്ക്ക് പരിചയപ്പെടണം. മലയാള ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പ്രഹേളിക എന്നൊരു വാക്ക്
വളരെ നല്ലൊരു വാക്കാണ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വാക്കാണ്. അതും നമുക്ക് പരിചയപ്പെടാം. ഉത്തരം നൽകുകയാണ്, അതായത് എന്തുകൊണ്ട് ഇത് എല്ലാവരുടെ മുൻപിലും പാടില്ല എന്ന്. അരസികരുടെ മുൻപിൽ കവിത പാടി കേൾപ്പിക്കാൻ വിധിക്കരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാളിദാസൻ എന്നാണ്. നമുക്ക് കാളിദാസൻ എന്നൊരു മഹാകവി ഉണ്ടായിരുന്നു. അദ്ദേഹം അരസികരുടെ മുമ്പിൽ കവിത പാടി കേൾപ്പിക്കാൻ വിധിക്കരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാളിദാസൻ എന്നാണ്. അപ്പം അതിൽ നിന്ന് അരസികർ എന്നൊരു വിഭാഗം നമ്മളുടെയൊക്കെ ഇടയിലുണ്ട്. അരസികർ എന്ന പദം ചില വിഭാഗക്കാരെ വർണ്ണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അതിൻ്റെ ഡെഫിനിഷൻ വളരെ വ്യക്തമായിട്ട് AR രാജരാജവർമ്മ അദ്ദേഹത്തിൻ്റെ ഭാഷാഭൂഷണം എന്ന ഒരു ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. ആരാണ് ഈ അരസികർ? അദ്ദേഹം പറയുകയാണ്, അത് എഴുതി വച്ചിരിക്കുകയാണ്. അതായത് പണ്ഡിതരുടെ രചനകൾ വായിക്കുകയോ അഥവാ കേൾക്കുകയോ ചെയ്യുമ്പോൾ ചിലരുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭൂതി ജനിക്കും. അത്തരം അനുഭൂതി ജനിക്കത്തക്ക തരത്തിൽ അത്രയും ബുദ്ധിയുള്ള ആളുകളെയാണ് സരസന്മാർ, സഹൃദയർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പണ്ഡിതരുടെ രചനകൾ കേൾക്കുന്ന അവസരത്തിലോ വായിക്കുന്ന അവസരത്തിലോ പറഞ്ഞറിയിക്കാത്ത ഒരു അനുഭൂതി ജനിക്കും. അതായത് മുഖഭാവങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് എക്സ്റ്റേണലായിട്ട് തന്നെ കാണാൻ പറ്റും അദ്ദേഹം അത് ആസ്വദിക്കുന്നു എന്ന്. അങ്ങനെ ആസ്വദിക്കത്തക്ക രീതിയിൽ ബുദ്ധി വളർച്ച ഉള്ള ആൾക്കാരെ സഹൃദയർ എന്ന് പറയും, ഒരു വിഭാഗമാണ്. മറ്റവരെ അരസികർ എന്നാണ് പറയുന്നത്. അരസികർ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു പദം, അതും ഈ ഗ്രന്ഥത്തിൽ നിന്നാണ്, നേരത്തെ പറഞ്ഞ ആ ഗ്രന്ഥത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം തുടങ്ങുന്നത് ഇങ്ങനെ തന്നെ. തുടക്കം തന്നെ ഫോഷന്മാർക്കിഹ അതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഫോഷന്മാർ എന്ന പദത്തിലൂടെയാണ് ആ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ. എന്താണ് ഫോഷന്മാർ? ഫോഷ് ജീവിതം നമ്മൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര ഫോഷായ ജീവിതമാണ്. ഏത് ഭാഷയായിക്കോട്ടെ ഭയങ്കര ഫോഷ് ലൈഫാണ്. ശരിയാണ്. ചില ആളുകൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ചിലർക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ അവരെ ഭാഗ്യം കൊണ്ടോ ഓക്കെ ദൈവാനുഗ്രഹം കൊണ്ടോ എന്നൊക്കെ വിശേഷിപ്പിക്കാം, നല്ല പദവിയിലെത്തുവർ, സാമ്പത്തികമായും അല്ലാതെയും നല്ല ഔദ്യോഗിക തലങ്ങൾ അലങ്കരിക്കാനും അതിനെ ആയിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ചിലർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യം ലഭിച്ച ചിലർ താൻ അങ്ങനെ അത്രയും സമ്പത്ത് ഉള്ളവനാണെന്നും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയും ഇത്രയൊക്കെ അധികാരത്തിലിരുന്ന ആളാണെന്നും അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ വിവരമുള്ളവനാണെന്നും ഒക്കെ അടുത്തിരിക്കുന്ന ആളിനെ ആദ്യം അറിയിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ഈഗോ. അതേ ഇന്നാരാണ്, ഞാൻ ഇന്നാരാണ്. വലിപ്പം, തൻ്റെ വലിപ്പം, തൻ്റെ മഹത്വം, തൻ്റെ കഴിവ് ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരെയാണ് ഫോഷന്മാർ എന്ന് പറയുന്നത്. ഇവരുടെ മുമ്പിലും പാടില്ല. പറഞ്ഞു വന്നത്, ഫോഷ് ജീവിതം ലഭിച്ചവരുടെ ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് സിദ്ധിച്ചു. പക്ഷേ അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇന്നാരാണ്.
അവരെ മറ്റൊരു ഒരാളിനെ അടിച്ചേൽപ്പിക്കും, താങ്കളെക്കാൾ വലിയ ആളാണ് ഞാൻ എന്ന് അറിയിക്കാനുള്ള മാനസിക ഒരു സ്റ്റേജിലാണ് അവർക്ക് വേറെ ഒന്നും വേണ്ട. അവരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ പാടില്ല. കാര്യം അവതരിപ്പിച്ചാൽ ദോഷമാണ്. അവരിത് കേട്ടാൽ നമുക്ക് പറയുന്ന ആളിന് അപകടമാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ഇനി ഈ രണ്ട് വിഭാഗം ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ കുറേ അധികം വിഭാഗം ഉണ്ട്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കാൻ പാടില്ലാത്തത് അവർക്ക് വേണ്ടിയുള്ളതാണിത്. അത് വേറെ കാര്യം. ആ സഹോദരന്മാർക്ക് വേണ്ടിയുള്ളതാണിത് ഈ അറിവ്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അപ്പോഴാണ് പ്രഹേളിക വരുന്നത്. അതായത് ഒരു 10 പേരിരിക്കുക, എല്ലാവരും നമ്മൾ പ്രത്യേകം സെലക്ഷൻ ഇല്ലാതെ. ഇതിനകത്ത് നേരത്തെ മുമ്പ് പറഞ്ഞിട്ട് 4 or 5 പേരിൽ കൂടുതൽ ആളിൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയുണ്ട്. 5 പേരിൽ കൂടുതൽ ഈ ആളിൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ പാടില്ല എന്നും വേദത്തിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം, വസ്തുതയാണ്, ഫാക്റ്റാണ്. കാര്യം ഇത് എല്ലാവരുടെയും ഇത് കാതുകൊണ്ട് ശ്രവിക്കുകയല്ല, അവരുടെ മനസ്സിലേക്ക് നമ്മുടെ ഭാവത്തിലൂടെ ഈ വാക്കിൻ്റെ പിന്നിലുള്ള കരുത്ത്, ശക്തി അഭിനയത്തിലൂടെ, മുഖഭാവത്തിലൂടെ, ശബ്ദത്തിനുപരി ആ എക്സ്പ്രഷനിലൂടെയാണ് മറ്റ് ഒരു ആളിന്, ഒരു സഹോദരനിലേക്ക് അല്ലെങ്കിൽ ഒരു ആളിലേക്ക് എത്തിക്കേണ്ടത്. വെറും ശ്രവണം കൊണ്ട് മാത്രം പാടില്ല. അതിൻ്റെ പിന്നിൽ മുമ്പ് ഒരു സ്പീച്ചിൽ പറയുന്നു, ആട്ടം എന്ന് പറയുന്ന ആ കലാരൂപം തന്നെ, അതിൻ്റെ ഡെഫിനിഷൻ തന്നെ ശബ്ദധാരാവലി. ഇവിടെ ശബ്ദധാരാവലിയിലാണ്, മുമ്പിലാണ്, അതിൻ്റെ സപ്പോർട്ടിലാണ് ഈ മൈക്ക് ഇരിക്കുന്നത്. അതിനകത്ത് ആട്ടം എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ആട്ടം വാക്കുകളുടെ മീനിങ് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി കാട്ടുന്ന ഒരു കലാരൂപം എന്ന് വേണേൽ പറയാം. കലാരൂപം എന്ന് പിന്നീട് നമ്മൾ പേരിട്ടതാണ്. ഒരു വിദ്യ, ഒരു സൂത്രമാണ്. ഒരു വാക്കിൻ്റെ മീനിങ് അത് അഭിനയത്തിലൂടെ, മുഖഭാവത്തിലൂടെ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രത്യേക ചലനത്തിലൂടെ, നാട്യത്തിലൂടെ, നടനത്തിലൂടെ, അഭിനയത്തിലൂടെ മറ്റൊരാൾക്ക് ലാംഗ്വേജ് അറിയാൻ പാടില്ലാത്ത മറ്റൊരു സഹോദരനിലേക്ക് എത്തിക്കുന്ന, സഹോദരൻ്റെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തന, ഒരു ആചരണമാണ് ആട്ടം. ഇവിടെ പറഞ്ഞു വന്നത് സഹൃദയർ അല്ലെങ്കിൽ മറ്റ് ഉള്ളവരുടെ മുമ്പിൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പാടുള്ളൂ. മറ്റൊരാളിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പാടില്ലാത്ത എന്ന് പറയാൻ കാരണം ഇനി സൂചിപ്പിക്കുകയാണ്. ഒരു 10 പേരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഈ 10 പേരുടെയും മുഖഭാവം ഒപ്പിയെടുക്കത്തക്ക രീതിയിൽ ഒരു ക്യാമറയും കൂടെ സജ്ജമാക്കുക. എന്നിട്ട് ഇത് അവതരിപ്പിച്ച് തുടങ്ങുന്ന അവസരത്തിൽ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ, ഒരു 2, 3, 4, 5 സെൻറ്റൻസ് പിന്നിടുന്നതിന് തൊട്ട് മുമ്പിലിരിക്കുന്ന ചിലർ അയാളുടെ സുഹൃത്തിനെ എൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കും. അദ്ദേഹത്തിന് സുഹൃത്തിനുണ്ട്. കാര്യം സുഹൃത്തുക്കളെല്ലാം ഒരേ സമാന മനസ്കരാണ്, സമഭാവന അല്ലെങ്കിൽ സമാന മനസ്കരാണ് ഈ സുഹൃത്തുക്കളാകുന്നത്. അരസികന്മാരുമായിട്ടാണ് യോജിക്കുന്നത്. ക്ഷമിക്കണം, അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ നമ്മുടെ ഈ വേദാന്തങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അവരുടെ അടുത്ത് പറയാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അരസികരുടെ മുമ്പിൽ കവിത പാടി കേൾപ്പിക്കാൻ വിധിക്കരുതേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അരസികർക്ക് വേണ്ടിയാണ് ബ്രഹ്മജ്ഞാനം എന്നും പറയുന്നത്. കോൺട്രഡിക്റ്റ് ചെയ്യുക. കറക്റ്റാണ്. വളരെ ശാന്തമായി ശ്രമിക്കുക ദയവായി. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് നടക്കുന്നത്? അരസികരെ കവിത പാടി കേൾപ്പിക്കരുത് എന്ന് പാടില്ല എന്ന് പറയുന്നുണ്ട്, എന്നാൽ അവർക്ക് വേണ്ടിയാണ് ഇത് എന്നും പറയുന്നുണ്ട്. വ്യക്തമാക്കാം.
ഞാൻ പറഞ്ഞു വന്നത് 10 പേരുടെ മുൻപിൽ ഇത് അവതരിപ്പിക്കുക. 4 or 5 സെൻറ്റൻസ് കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്തിരിക്കുന്ന ചിലർ അയാളുടെ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതാണ്. എന്നിട്ട് പറയുന്ന ആളിൻ്റെ മുഖത്ത് നോക്കി ഒരു മുഖഭാഗത്തൊരു ചെറിയൊരു ചിരി വരും കക്ഷിക്ക്. ചിലർക്ക് വീണ്ടും സുഹൃത്തിനെ നോക്കി വീണ്ടും തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സുഹൃത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മറ്റേ ആളുടെ മുഖത്ത് നോക്കി ഒരു എന്തുവാടെ ഇതൊക്കെ പറയുന്നത്, ചിരിക്കും. ഈ പ്രവർത്തനത്തെയാണ് പ്രഹേളനം. പ്രഹേളനം ചില അവഹേളനം എന്ന് പറയുന്നത്. പ്രഹേളികയിലകപ്പെടുകയാണ് ആര്? ഈ പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഇവർക്കിത് മനസ്സിലാകുന്നില്ല. ഈ കക്ഷികൾക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്നതല്ലാതെ കേട്ട് മനസ്സിലേക്കാകണ്ടേ, ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇത്തരം ആൾക്കാരെയാണ് അരസികർ എന്ന് പറയുന്നത്. ഇതേ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ വളരെ ആകാംക്ഷയോടെ നമ്മുടെ മനസ്സിലേക്ക്, മുഖത്തല്ല മനസ്സിലേക്ക് ഇറങ്ങുന്ന നോട്ടമായിട്ട് അറിയാതെ കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് കൈകളൊക്കെ അറിയാതെ ഇങ്ങനെ അങ്ങ് കൂപ്പി നമ്മുടെ ഓരോ വാക്കും പുറത്തേക്ക് വരുന്നത് ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ്. അവരാണ് ആസ്വദിക്കുന്നത്. ഇത് 10 പേരിൽ ഒരാൾക്ക് പോലും നമുക്ക് ദർശിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ദയവായി ക്ഷമിക്കുക. ഇന്നത്തെ ആൾക്കാരുടെ പ്രത്യേകതയാണത്. നമ്മുടെ സഹോദരന്മാരുടെ പ്രത്യേകതയാണ്. ഈ ക്ലാസിക്കുകളെന്നാണ് ഇന്ന് പറയുന്നത്. കലകളെ, വാക്കുകളെ ശ്രവിക്കാനുള്ള യോഗ്യതയില്ലായ്മ. ആഹാരം ഒന്ന്, ഫാറ്റി ബോഡി. വസ്ത്രധാരണം മറ്റൊന്ന്, അനുകൂല സാഹചര്യത്തിലല്ലാത്ത ജീവിതം മറ്റൊന്ന്, നല്ല ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ഇല്ലായ്മ. ഇതൊക്കെ ആണ് നമ്മുടെ സഹോദരന്മാരെ ഇതിലേക്ക് നയിച്ചത്. അവർക്ക് വേണ്ടി തന്നെയാണ് ഈ പാഠഭാഗം. ആരെങ്കിലും ഇത് തുടർന്ന് കേൾക്കാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ അവരരസികരാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ, അല്ലെങ്കിൽ വലിയ എക്സ്ട്രീം വിസ്ഡം, പണ്ഡിതന്മാരുടെ വാക്കുകൾ എന്ന് പറയുമ്പം നമ്മൾ പണ്ഡിതന്മാർ അവരെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനൊരു വിഭാഗമുണ്ട്. നമ്മൾ ഉൾപ്പെടെ അത് മനസ്സിലാക്കണം. ആ രചനകൾ നിർവഹിച്ച ആ ഋഷീശ്വരന്മാരെയാണ് പണ്ഡിതന്മാർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ആരെയല്ല, ആ ഋഷീശ്വരന്മാരുടെ അവരുടെ വാക്കുകൾ എഴുതിയിട്ടില്ല, ഇനിയും എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരു ശാസ്ത്രം അഥവാ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രം എഴുതിയതാണ്. ആദ്യകാലത്ത് വാമൊഴിയിലൂടെ പ്രചരിപ്പിച്ച ഈ അറിവ് പിന്നീട് വരമൊഴിയിലേക്ക് അവർ പകർത്തി. അത് അവരുടെ റെഫറൻസിന് വേണ്ടി. കാര്യം രചനകൾ അല്ലെങ്കിൽ വരകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ മറ്റാർക്കും തന്നെ വശമില്ലായിരുന്നു. അവരുടെ ആവശ്യത്തിന് വേണ്ടി ഓലത്താളുകളിൽ, താളിയോലയല്ല, ഓലത്താളുകളിൽ അവർ എഴുതി സൂക്ഷിച്ചിരുന്നു ഭദ്രമായിട്ട്, റെഫറൻസിന് വേണ്ടി, ഗ്രന്ഥം അവരുടെ റെഫറൻസിന് വേണ്ടി. അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ഇവിടെ നമ്മൾ പങ്കിടുന്നത്. ആ പങ്കിടുന്ന നേരം എല്ലാവരുടെയും മുമ്പിൽ പാടില്ല എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകത്തില്ല. മനസ്സിലാകാത്തവരുടെ മുമ്പിൽ പറഞ്ഞാൽ അപകടമാണ്. ആർക്കാണ് അപകടം? പറയുന്ന ആളിന്. അധികം കേട്ട് പോയാൽ പുറത്തിറങ്ങി
അദ്ദേഹം പറയുന്നത് ആളിന് വട്ടാണ്. പറയുക മാത്രമല്ല, പറഞ്ഞങ്ങ് പ്രഹരിപ്പിക്കും. കാരണം അദ്ദേഹത്തിന് ഇത് പിടി കിട്ടുന്നില്ല. അതുകൊണ്ട് സഹൃദയരുടെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഇത് കേൾക്കാൻ പാടില്ല, കേട്ടാൽ മനസ്സിലാകത്തില്ല എന്ന വിഷയം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതായിട്ട് മനസ്സിൽ സൂക്ഷിക്കുക. എന്നിട്ട് 1 മുതൽ ഒറ്റ ശ്വാസത്തിന് ഒരു 150 വരെ എണ്ണാൻ പറ്റുന്ന തലത്തിലേക്ക് തൻ്റെ ശ്വസന ഇന്ദ്രിയത്തെ നിത്യവും വികസിപ്പിക്കാൻ ശ്രമിക്കുക. ധ്യാനത്തിലൂടെ വെള്ളത്തിൽ നീന്തുക, കുളിക്കുക, മുങ്ങി കുളിക്കുക, ഇതൊക്കെ ചെയ്താൽ ഈ ശരീരത്തിനും മനസ്സിനും വികാസം പ്രാപിക്കും. അതിന് ശേഷം ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. അതും 2-3 മാസത്തിന് ശേഷം മാത്രമേ അത്തരം ആൾക്കാർ ഓഫ് ചെയ്തിട്ട് അല്ലാതെ ഇരുന്ന് ശ്രമിക്കാൻ ശ്രമിക്കരുത്. പറയുന്ന ആളിനെ പറ്റി പഴി പറയരുത്. ദൈവികമായ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെതല്ല. പറയുന്ന ആളിൻ്റെ പങ്കേ ഇല്ല ഇതിനകത്ത്. ഇത് പ്രകൃതി നിയമത്തിൻ്റെ അവനാവരണം. പറയുന്ന ആളിന് പ്രസക്തിയില്ല, വിഷയത്തിന് മാത്രം പ്രാധാന്യം. വിഷയം ദൈവത്തിൻ്റെത്, ദൈവീക വചനങ്ങളാണ്, വേദാന്തങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്, ആരെങ്കിലും ഈ വീഡിയോ കേൾക്കാൻ ശ്രമിച്ചതിന് ശേഷം അരസ്യം തോന്നി, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അന്നേരം ഇത് ഓഫ് ചെയ്യുക. പിന്നീട് അന്വേഷിക്കുക, ആരെങ്കിലും ഇത് ശ്രമിച്ചിട്ടുണ്ടോ എന്ന്. ചിലർ ശ്രമിക്കും, ചിലർ ഇത് ആകാംക്ഷയോടെ അടുത്ത എപ്പിസോഡെന്നൊക്കെ വേണേൽ പറയാൻ പറ്റും, അടുത്ത പാർട്ട് വരുന്നത് കാത്ത് നിൽക്കും. അത്തരം ആൾക്കാരെ എന്നെങ്കിലും ജീവിതത്തിൽ കാണുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിൽ, എനിക്കെന്താണ് ആസ്വദിക്കാൻ പറ്റാത്തത്? എന്ന് അവരോട് അന്വേഷിച്ചാൽ അവർ സാവധാനം ഇതിന് ഉള്ള ഉത്തരം വ്യക്തമാക്കി തരും. നമ്മൾ അത്തരം ആൾക്കാരെ തേടി പോകണം. സന്മനസ്സുകളാണ്, സമഭാവനയുള്ളവരെ. അത്തരം ആൾക്കാരുടെ അപാകത നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ സമൂഹത്തിന് വേണ്ട, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. കാര്യം ഇന്ന് നമ്മുടെ ജീവിതം മത്സരത്തിൻ്റെ ജീവിതമാണ്. ഞാൻ മുമ്പേ. ഇക്വാലിറ്റിക്ക് സ്ഥാനമില്ല. സമഭാവന കാത്തു സൂക്ഷിക്കുന്നവർക്ക് അതല്ല. അവരെല്ലാം വിഡ്ഢികൾ അവരൊക്കെ ജീവിതം പാഴാക്കുന്നവർ എന്നാണ് നമ്മൾ മുദ്ര കുത്തിയിരിക്കുന്നത്. സമഭാവനയുള്ളവർ, സഹൃദയർ. ആ സഹൃദയത്വമാണ് നമുക്ക് വീണ്ടെടുക്കേണ്ടത്. ആ സമഭാവനയാണ് നമുക്ക് വീണ്ടെടുക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കം. ആ സമഭാവനയും സഹവർത്തിത്വവും സഹൃദയത്വവും സഹകരണ മനോഭാവവും ആണ് നമുക്ക് പുനർജീവിപ്പിക്കേണ്ടത്. അതിന് ഏക മാർഗം ഋഷീശ്വരന്മാർ പറഞ്ഞ വേദവാക്യങ്ങളുടെ പൊരുൾ തേടുക എന്നതാണ്. ഞാൻ നേരത്തെ ഒരു പദം ഇവിടെ സൂചിപ്പിച്ച് പ്രഹേളിക. എന്ന് വെച്ചാൽ ഈ ഹേളനം എന്ന വാക്കിൻ്റെ, ഹേളിക എന്ന വാക്കിനെ ഒന്ന് ഉയർത്താൻ വേണ്ടി പ്രയോഗിച്ച ഒരു പദപ്രയോഗമാണ്. ഏത് പദത്തിൻ്റെയും മുമ്പിൽ, ഞാൻ നേരത്തെ ചില സൂചിപ്പിച്ച പോലെ, ഏത് ഇതിൻ്റെയും മുമ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ പദത്തിന് അപ്ഗ്രഡേഷൻ ഉണ്ടാകും. അതിൻ്റെ അർത്ഥത്തിന് കുറച്ചുകൂടെ ക്ലിപ്തത, കുറച്ചുകൂടെ മഹത്വം പ്രാപിക്കും.
ഇവിടെ ഹേളിയ ഹേളിയ എന്ന വാക്കാണ്. ഹേളിയ അവഹേളനം എന്ന വാക്കാണ്. അവഹേളനം, അവഹേളിക്കുക എന്ന് പറയും. ഒരാളിനെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭയങ്കര പ്രയോഗമാണ് പ്രഹേളിക. പ്രഹേളിക, അവഹേളിച്ചാൽ അവഹേളിക്കുന്നതിനേക്കാൾ വലുതാണ് പ്രഹേളികയ്ക്ക് വിധേയമാക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഈ അവഹേളിക്കുന്ന ആളിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല, നമുക്ക് സഹിക്കാനല്ലാതെ. ഇത്തരം ആൾക്കാരെ ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്ന, വലിയ വാക്കുകൾ പറയുമ്പോൾ മുമ്പിലിരുന്ന് പരിഹസിച്ച് അറിയാതെ ചിരിക്കുകയാണ്. അവരറിയാതാണ് ഈ ചിരി വരുന്നത്, പരിഹാസം വരുന്നത്, അവഹേളനം വരുന്നത്. അവരറിയാതെയാണ് ആ ചിരി പുറത്ത് വരുന്നത്. പക്ഷേ ഇത് ആ മുമ്പിലിരിക്കുന്ന ആളിന് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകും അരസികനാണ് മുമ്പിലിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ചിരി നിർത്താൻ ആ ഒരു ഒറ്റ നിമിഷം കൊണ്ടൊരു എന്തെങ്കിലും വാക്കുകളിലൂടെ ശ്രമിച്ചാൽ നടക്കത്തില്ല. കാര്യം അതങ്ങനെയാണ്. മനസ്സിലാകാത്ത ആളിനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി വികസിപ്പിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അപ്പോൾ പ്രഹേളിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവഹേളിക്കുന്ന ഒരാളിനെ അവഹേളനം സഹിക്കുകയല്ലാതെ എതിർക്കാൻ പറ്റാത്ത അവഹേളനത്തെയാണ് പ്രഹേളിക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലെ വളരെ നല്ലൊരു പദമാണ് പ്രഹേളിക. പ്രഹേളിക. ആ സഹോദരന്മാരെ നമുക്ക് അവരുടെ പദാരബന്ധത്തിൽ നമസ്കരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവരും സഹൃദയരായി മാറട്ടെ, അവരെയും സഹൃദയർ ആക്കാൻ ദൈവം കൃപ ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. അവരെ ഒന്നും ചെയ്യരുത്. പിന്നെ അവർക്ക് വേണ്ടുന്ന സഹായം അവരറിയാതെ എത്തിച്ചു കൊടുത്താൽ അത് ഉപയോഗപ്പെടുത്തും. അവരറിയരുത് നമ്മൾ സഹായിക്കുന്നുവെന്ന്. അവരറിയാതെ തന്നെ അവർക്ക് വേണ്ടുന്ന അറിവ് അത് ഭക്ഷണത്തിൻ്റെ രൂപത്തിലെത്തിക്കുക. വിശക്കുന്ന അവർ ശാരീരികമായിട്ട് അവർക്ക് വിശപ്പുണ്ട്, സാമ്പത്തികമായ വിശപ്പുണ്ട്. അത്തരം ശാരീരികവും അവർക്ക് വേണ്ടുന്നത് ഇതല്ല. വിശക്കുന്ന ആളിന് അപ്പത്തിൻ്റെ രൂപത്തിലാണ് എത്തിക്കേണ്ടത്. ശാരീരികമായ അസുഖം ഉള്ള ആളിന് അദ്ദേഹത്തിന് ഔഷധ രൂപത്തിലാണ് ഭക്ഷണങ്ങൾ എത്തിക്കേണ്ടത്. അത് അവരറിയാതെ എത്തിക്കുക. അവരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ ശ്രമത്തിൽ, ഇതൊരു പുതിയ വാക്കാണ്, ഈ ശ്രമത്തിൽ അല്ലെങ്കിൽ ആ ശ്രമത്തിൽ, ഏത് ശ്രമം, അറ്റംപ്റ്റ് ഒപ്പം ഒന്നുചേരും. അവരില്ലാതെ, ആ സഹോദരന്മാരില്ലാതെ നമുക്ക് ജീവിതം സാധ്യമല്ല, സുഖകരമാകത്തില്ല. സമൂഹത്തിൽ അവരെ ബ്രഹ്മജ്ഞാനികളാക്കി മാറ്റണം. ആ ദൗത്യമാണ് ഒരു ശ്രേഷ്ഠ മുനി പണ്ട് നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ആരോപണവും ഇന്ന് മലയാളികൾ കൊടുക്കുന്നുണ്ട്. ആളിൻ്റെ പേര് പറയുകയാണ് പരശുരാമൻ. ആ വലിയ ഋഷീശ്വരൻ്റെ ക്ഷത്രിയരെ മുഴുവൻ 20-ൽ പരം തവണ ഇല്ലാതാക്കി എന്നൊരു ആരോപണമുണ്ട്. ക്ഷത്രിയരെ മുഴുവൻ 20-ൽ പരം തവണ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയ ഒരു ഋഷീശ്വരൻ്റെ പേര് പരശുരാമൻ പേരാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശരിയാണോ അത്? ശരിയല്ല. യഥാർത്ഥത്തിൽ നടത്തിയത് അദ്ദേഹം മഹാപണ്ഡിതനായ ഒരു മുനി വര്യരായിരുന്നു, ശ്രേഷ്ഠൻ. ദൈവത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്ന ഒരു ഋഷീശ്വരനായിരുന്നു അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായിരുന്നു. ബ്രഹ്മവിദ്യ, എല്ലാ കാര്യങ്ങളും ബ്രഹ്മാവിൽ നിന്ന് കരസ്ഥമാക്കിയ ആളാണ്. ബ്രഹ്മാസ്ത്രം ശ്രീരാമന് നൽകിയ വ്യക്തിയാണ്.
വളരെ വലിയൊരു സംഭവമാണത്. അതൊക്കെ നമുക്ക് ആ തലത്തിലേക്ക് പോകാം. ബ്രഹ്മാസ്ത്രം എന്നൊക്കെ അതൊക്കെ വളരെ ഉയർന്ന വെപ്പണാണത്. അതാണ് നമ്മുടെ കയ്യിൽ നമുക്ക് ഗ്രഹിക്കേണ്ടത്, ആ ബ്രഹ്മാസ്ത്രം. ഞാൻ പറഞ്ഞു വന്നത്, പരശുരാമൻ 20-ൽ പരം തവണ ഭൂമിയിൽ നിന്ന് ക്ഷത്രിയരെ ഇല്ലാതാക്കി എന്നൊരു ആരോപണമുണ്ട്. ചോദ്യം, എന്താ ഇത്രയും കൊലപാതകം നടത്തിയ അദ്ദേഹത്തെ പിന്നീട് ശിക്ഷിച്ചോ? ചോദ്യമാണ്. ഇല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആരെയും കൊലപ്പെടുത്തിയില്ല. അതാണ് അതിൻ്റെ വസ്തുത. പിന്നെ അദ്ദേഹം ഇല്ലാതാക്കി ബ്രഹ്മജ്ഞാനമില്ലാത്ത ക്ഷത്രിയരെ. ക്ഷത്രിയ എന്ന് വെച്ചാൽ മനുഷ്യർ, ഇത്ര മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൻ്റെ ഉടമ ആരോ അയാൾ ക്ഷത്രിയൻ. ക്ഷേത്രമാണ് ശരീരം. ഇതിനകത്താണ് അദ്ദേഹം വസിക്കുന്നത്. ഭഗവാന്റെ വാസസ്ഥലം അത് മാത്രമാണ് ഈ ശരീരം. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം വസിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ അദ്ദേഹം ഭദ്രമായിട്ട് ധർമ്മപരിപാലനത്തിന് വേണ്ടി വസിക്കുന്നു. അതാണ് മനുഷ്യാവതാരം. മനുഷ്യൻ്റെ അവതാരം ജഗദീശ്വരൻ്റെ ഭൂമിയിലെ അവതാരമാണ്. അത് ധർമ്മപരിപാലനത്തിന് വേണ്ടി, കർമ്മത്തിനല്ല, ധർമ്മപരിപാലനത്തിന് വേണ്ടി. ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പ്രവർത്തനത്തിൽ ഏർപ്പെടുക. അതിനുവേണ്ടി ആണ് ധർമ്മപരിപാലനത്തിന് എന്ന ഡ്യൂട്ടി കൊടുത്തുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ബ്രഹ്മജ്ഞാനം. ഞാൻ നേരത്തെ പറഞ്ഞ് എല്ലാത്തിനും അതിൻ്റേതായ അറിവ്, എല്ലാത്തിനും പിന്നിൽ, സംസാരത്തിന് പിന്നിൽ, ശബ്ദത്തിന് പിന്നിൽ, സ്വരത്തിന് പിന്നിൽ, പ്രവർത്തനത്തിന് പിന്നിൽ, ഏത് പ്രവർത്തനത്തിനും അതിൻ്റേതായ അറിവുണ്ട്, ശരിയായ അറിവുണ്ട്. ആ മാർഗത്തിലൂടെയാണ് അത് ആചരിക്കേണ്ടത് അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ബ്രഹ്മജ്ഞാനമുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥ മനുഷ്യനായി നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ, കൺവെർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷമേ നമുക്ക് യഥാർത്ഥ ജീവിതമുള്ളൂ. അല്ലാതെ ബ്രഹ്മജ്ഞാനി അല്ലാത്ത ഒരാളിന് ജീവിതം ശരിയാകത്തില്ല. അങ്ങനെ ബ്രഹ്മജ്ഞാനികളല്ലാത്ത ക്ഷത്രിയരെ ആ ജ്ഞാനം പകർന്നു കൊടുത്തു അദ്ദേഹം. ആര്? പരശുരാമൻ. ജ്ഞാനിയല്ലാത്ത ആളുകൾക്ക് പതുക്കെ വളരെ സാവധാനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് ഒരു കുടത്തിൽ തുള്ളിയായിട്ട് ജലം വീണ് പതിച്ച് കുടം എങ്ങനെയാണോ നിറയുന്നത് പോലെ അതുപോലെ വളരെ ശാന്തമായി, വളരെ സാവധാനം ഈ അജ്ഞാനികളായ ആളുകളെ വളരെ സൗമ്യത്തോടെ അടുത്ത് വിളിച്ച് ഘട്ടം ഘട്ടമായിട്ട് അവർക്കിത് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. ആര് ചെയ്തത്? പരശുരാമൻ ചെയ്തത്. ആരെ? ബ്രഹ്മജ്ഞാനി അല്ലാത്ത ആൾക്കാരെ. ബ്രഹ്മജ്ഞാനി അല്ലാത്ത മുഴുവൻ പേർക്കും അദ്ദേഹം ഈ ബ്രഹ്മജ്ഞാനം പകർന്നു കൊടുത്തതിലൂടെ എല്ലാവരും ബ്രഹ്മജ്ഞാനികളായി മാറി. എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനം ഇല്ലാതിരുന്ന ക്ഷത്രിയർക്ക് ബ്രഹ്മജ്ഞാനം പകർന്നു നൽകിയതോടെ മറ്റവരില്ലാതായി. ആരില്ലാതായി? ബ്രഹ്മജ്ഞാനിയെ ഇല്ലാത്ത ക്ഷത്രിയർ ഭൂമിയിലില്ലാതായി. പിന്നെ ആരായി മാറിയവർ? അവർ ബ്രഹ്മജ്ഞാനമുള്ളവരായി മാറി. ഇതാണ് പരശുരാമൻ ചെയ്തത്. ഇന്ന് നമുക്ക് വേണ്ടുന്നത് ആ ബ്രഹ്മജ്ഞാനമാണ്, ആ തനിമയുടെ പഠനമാണ്, തനി മാ ലയാളത്തിൻ്റെ പഠനമാണ്. ആ തനി മാ ആരായിരുന്നു എന്നുള്ള പഠനമാണ്. ആ മാ തൃത്വത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ മാ തൃഭാഷയിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആ മായിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആ അമ്മയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആ ഉമ്മയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആ മാതാവ്, അതാണ് പ്രകൃതി മാതാവ്. ആ പ്രകൃതിയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ആ പ്രകൃതിയാണ് സ്ത്രീയിൽ മറഞ്ഞിരിക്കുന്നത്. ആശ്രയിക്കുക. നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ ശ്രമം, ഏത് ശ്രമം? അറ്റംപ്റ്റ്. ആ ശ്രമം ഈ ശ്രമം, ആ ആദ്യത്തെ അക്ഷരം
ഈ രണ്ടാമത്തെ അക്ഷരം ആ ഈ രണ്ടാമത്തെ സ്വരം. മലയാള ഇതിന് ഞാൻ നേരത്തെ പേരിടാൻ ശ്രമിച്ചത് മലയാള ഭാഷാ പഠനം എന്നാണ്. നമുക്ക് അറിയാതെ നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. ആ മാ ആ സ്വരം, ഈ സ്വരം, ഈ വർണ്ണം, വർണ്ണിക്കൽ, വർണ്ണന, വർണ്ണന, വർണ്ണം മീൻസ് ശബ്ദം. ശബ്ദം 4 രീതിയിൽ വർണ്ണനമുണ്ട്. 4 രീതിയിൽ വർണ്ണിക്കാം. വർണ്ണം ശബ്ദം എന്നാണ്. അക്ഷരത്തിൻ്റെ വരയ്ക്കുന്ന രൂപത്തിന് വരമൊഴിയെന്നും അതിൻ്റെ ശബ്ദത്തിന് ശബ്ദരൂപത്തിൽ നമ്മൾ അതിനെ അവതരിപ്പിക്കുന്നതിന് ശബ്ദത്തിലൂടെ അതിനെ അവതരിപ്പിക്കുന്നതിന് വർണ്ണം എന്നും പറയും, വർണ്ണന എന്നും പറയും. 4 രീതിയിൽ വർണ്ണിക്കാം. നന്നായിട്ട് കാര്യം അറിയാവുന്നവൻ വന്ന ആളിൻ്റെ ശബ്ദത്തിന് ബ്രഹ്മ വർണ്ണന, ശരിയായ വർണ്ണന എന്ന് പറയും. അല്ലെങ്കിൽ ശരിയായ വിദ്യ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്, ആ ശബ്ദത്തിന് പറയുന്നത്. വശീകരണം, ക്ഷത്രിയം വെച്ചാൽ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ, യുദ്ധം ചെയ്യുന്ന ആളിൻ്റെ അല്ല. ക്ഷത്രിയൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ ശബ്ദം കമാൻഡിങ് ആയിരിക്കും. കമാൻഡിങ് അത് നമുക്ക് പിന്നീട് വളരെ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് പോവാം. കമാൻഡിങ് ആയിരിക്കും. ഒരു പ്രവർത്തനത്തിൽ സത്യസന്ധമായിട്ട് ഒരു ധാർമ്മികമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പോകുന്ന, യുദ്ധമല്ല ഇവിടെ. ക്ഷത്രിയന് യുദ്ധം ചെയ്യുന്ന ആൾ അങ്ങനെ അങ്ങനെ ഒരു പദവേ നമുക്ക് മലയാളികളില്ല. യുദ്ധം ഇല്ല. യുദ്ധം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ഇടയിലുള്ളതല്ല. ഇവിടെ സേവനം, ധാർമ്മിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെയാണ് യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. നീ നിൻ്റെ കർമ്മത്തിൽ ഏർപ്പെടുക എന്നാണ്, ധാർമ്മികമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നാണ് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നത്. ഫലം ആഗ്രഹിക്കാതെ നീ നിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടൂ, യുദ്ധത്തിലേർപ്പെടൂ എന്നാണ്. യുദ്ധം എന്ന് വെച്ചാൽ ശരിയായ പ്രവർത്തനം, ബുദ്ധിപരമായ ബുദ്ധി എന്താണോ നമ്മൾ പറയുന്നത് അത് എൻ്റെ എക്സിക്യൂഷൻ എന്നാണ്. അത് അവരുടെ ശബ്ദം കമാൻഡിങ് ആയിരിക്കും. ബ്രഹ്മജ്ഞാനിയുടെ ശബ്ദം വളരെ മഹത്വമുള്ളതായിരിക്കും. അറിവ് പകർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അതിൻ്റെ ദക്ഷിണ പോലും ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. അതിൻ്റെ കാര്യമില്ല. ഏറ്റവും വലിയ ധനമാണല്ലോ അറിവ്. അത് നേടുന്ന ആളെല്ലാം നേടി. ക്ഷത്രിയൻ, ബ്രഹ്മജ്ഞാനി, ക്ഷത്രിയൻ അദ്ദേഹത്തിന് ശബ്ദം മനസ്സിലായല്ല, കമാൻഡിങ്. വൈശ്യൻ എന്ന് വെച്ചാൽ വ്യാപാരം നടത്തിയ ആൾ. മുമ്പ് വ്യാപാരമില്ലായിരുന്നു, വ്യവസായികളില്ലായിരുന്നു, എല്ലാവർക്കും എല്ലാം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ വിഭവസമൃദ്ധമായ സുഭിഷ്ടമായ എന്താണ് പറയുന്നത്, അത്തരം ഒരു ജീവിതമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എല്ലാവർക്കും എല്ലാം, എല്ലാവിധ മനുഷ്യന് വേണ്ടുന്ന എല്ലാം ഭൂമിയിൽ വിളയിച്ച് അങ്ങനെ സുഖിച്ച് ആ പൂങ്കാവനത്തിലായിരുന്നു മനുഷ്യൻ ജീവിച്ചത്. പൂവും കായും നിറഞ്ഞ സുഗന്ധ പൂക്കളും ഫലമൂലാദികളും ഒക്കെ ആയിട്ട് നമ്മൾ വെച്ചു പിടിപ്പിച്ച കാട്ടിൽ, അതാണ് വനവാസം. അത് ആ വനത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. നമ്മളുണ്ടാക്കിയ പൂവും കായും നിറഞ്ഞ, ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ, കാട്ടുവൃക്ഷങ്ങളല്ല ഇന്നത്തെ പോലെ, ആ സ്ഥലത്തായിരുന്നു നമ്മളുടെ ജീവിതം. ഞാൻ പറഞ്ഞു വന്നത്, വ്യാപാരികളില്ലായിരുന്ന സമയത്ത് പിന്നീട് വ്യാപാരത്തിനായി വന്ന ആളുകളുടെ ശബ്ദം, ആ സഹോദരന്മാർ അവരുടെ കയ്യിലിരിക്കുന്ന സാധനം നല്ലതാണ്, എല്ലാം നല്ലതാണ് എന്നവർ പറഞ്ഞാളെ. എന്തിനായിട്ടാ? നമ്മളെ വശീകരിക്കാൻ. ആ വശീകരിക്കുന്ന
ഇൻറ്റൻഷനോടുകൂടി ഒരു കാര്യത്തെ വർണ്ണിക്കുന്നതിനെയാണ് വൈശ്യൻ്റെ വർണ്ണന എന്ന് പറയുന്നത്. സിൻസിയാരിറ്റി ഉണ്ടാകത്തില്ല ആ സഹോദരന്മാരുടെ. അടുത്തത് ശൂദ്രൻ. ശൂദ്രൻ വെച്ചാൽ അസുഖം, ശാന്തതയില്ലാത്ത ആൾ. ശൂദ്രാഭാവം, ദ്രവിച്ച ഭാവം, ദ്രാവക രൂപത്തിൽ, ശാന്തതയില്ല. ശാന്തനല്ലാത്ത ആൾ. ശാന്തനല്ലാത്തതിന് കാരണം അറിവില്ലാത്ത ആളിന്. പല കാരണം കൊണ്ടും ഒരാൾ ശൂദ്രഭാവം ഉണ്ടാകും. ശാന്തതയ്ക്ക് ദ്രാഭാവം, ശൂദ്രന്മാർ എന്നവരെ വിളിക്കുന്നത്. ആ സഹോദരന്മാർ പാവങ്ങളാണ്. അവരാണ് യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്നത്. ഈ സമൂഹത്തിലെ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. മറ്റുള്ളവർ, ആരോഗ്യമുള്ളവർ ജീവിക്കേണ്ടത് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. അവരെ സഹായിക്കുക, അവർക്ക് അന്നം കൊടുക്കുക. അന്നദാനം മഹാദാനം എന്നാണ്. ഇന്നത്തെ അന്നദാനം അല്ല, ശരിയായ അന്നം സ്വന്തമായിട്ടുണ്ടാക്കി അവരറിയാതെ എത്തിക്കുന്നതിനെയാണ് മഹാദാനം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ശബ്ദം വളരെ ഫീബിളായിരിക്കും. ഒരു പ്രൊബേഷണറി ഓഫീസർ, പ്രൊബേഷണറി SIയുടെ ശബ്ദം പോലെ ഇരിക്കും. ഒരാളിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പേടിച്ചാണ് വിളിക്കുന്നത്, പേടിച്ചുമൊക്കെയാണ്. ഒരു പ്രൊബേഷണറി SI, ഒരു വളർന്നു വരുന്ന ഒരു ഓഫീസറുടെ കാര്യം പറയാം. അത് ഏത് തലത്തിൽ ഉള്ള ആളിനും ഈ ശരിയായ അറിവ് വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ശബ്ദത്തിനെയാണ് ബ്രഹ്മവർണ്ണം എന്ന് പറയുന്നത്. 4 വിധത്തിലുള്ള വർണ്ണം. ഭഗവത്ഗീതയിൽ പറയുന്ന വർണ്ണമല്ല, യഥാർത്ഥ വർണ്ണം. ജഗദീശ്വരൻ സൃഷ്ടിച്ച അതാണ് ഈ ശബ്ദം. ആ ജഗദീശ്വരൻ തന്നെയാണ് ഈ വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നത്. അറിവ് നേടുമ്പോൾ നമുക്കതിൻ്റേതായ മാറ്റം ശരീരത്തിനും ഭാവത്തിനും ഉണ്ടാകും. ഇന്നത്തെ ഗെറ്റ് ടുഗദർ നമുക്ക് ഇവിടെ